പൊതുവിൽ ചില മനുഷ്യർ പറയാറുണ്ട്, ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തിന്നുന്നത് എന്ന്. എന്നാൽ ചിലരാകട്ടെ തിന്നാൻ വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നും പറയാറുണ്ട്. എന്നാൽ എനിക്ക് ആ അഭിപ്രായത്തോടൊന്നും യോജിപ്പില്ല. നമ്മളിവിടെ ജനിച്ചതുകൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. ജനിക്കാൻ നമ്മൾ ഉത്തരവാദികളുമല്ല. പക്ഷേ ജനിച്ചു പോയതുകൊണ്ട് നമുക്ക് ജീവിച്ചു പോകണം. അപ്പോൾ നമ്മൾ ജീവിച്ചു പോകാൻ നമ്മൾ അധ്വാനിക്കുകയും വേണം. അധ്വാനം തന്നെ ആയാലോ അതും പറ്റില്ല. അധ്വാനത്തിനിടയ്ക്ക് വിശ്രമം വേണം, വിനോദം വേണം, വ്യായാമം വേണം. ഇതെല്ലാം വേണം. വിനോദങ്ങളിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതും തെറ്റെടുക്കാം. വ്യായാമങ്ങളിൽ ഇഷ്ടമുള്ളതല്ല. വ്യായാമങ്ങൾക്ക് പ്രത്യേക മുറകളുണ്ട്. അത് ഓരോരോ ശരീര അവയവങ്ങൾക്ക് അനുയോജ്യമായ വ്യായാമങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ വിനോദങ്ങൾ ഓരോരുത്തരുടെ ടേസ്റ്റാണ്. ആഹാരം പോലെ തന്നെയാണത്. ആഹാര നീഹാര നിദ്രകൾ കൃത്യമായി പാലിക്കുന്നവരെ സംബന്ധിച്ച്, അതുപോലെ അധ്വാനവും ഈ വിശ്രമവും വിനോദവും വ്യായാമവും ഒക്കെ കൃത്യമായി പാലിക്കുന്ന മധ്യാഹ്നം പിന്നിട്ടവരെ സംബന്ധിച്ചൊക്കെ അത് ശിഷ്ടജീവിതത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. കാരണം നമ്മുടെ മെഡിസിൻ അല്ലെങ്കിൽ നമ്മുടെ മരുന്നുകളുടെ അളവ് കുറയ്ക്കാനും ആരോഗ്യത്തോടെ നല്ല പുഷ്ടിമയോടെ ജീവിക്കാനും പറ്റും ഇത്തരം മെത്തേഡുകൾ. അത്തരം ചില കാര്യങ്ങളാണ് ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിലൂടെ പറയാറുള്ളത്. ഇന്ന് ഉച്ചവരെ നല്ല പണിയായിരുന്നു, നല്ല മല്ലൻ പണിയായിരുന്നു. അങ്ങനെ ഭാര്യയുടെ മാതാവും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണവുമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ ഒരല്പനേരം മയങ്ങി. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം പോകും. അരമണിക്കൂർ കൂടുതൽ നമ്മൾ മയങ്ങാറില്ല. അതിനുശേഷം ഉണർന്ന വെറുതെ ഒരു ആലോചന, എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ. കാരണം നന്നായിട്ട് പണത്തിട്ടുണ്ട്, നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ക്ഷീണമൊക്കെ ഉണ്ട്. അല്പം റെസ്റ്റൊക്കെ എടുത്ത് ക്ഷീണം മാറി. എന്നാൽ മനസ്സ് ഒന്ന് ഫ്രീ ആവാൻ, മനസ്സിനെ ഒന്ന് ഉല്ലാസപ്പെടുത്താൻ, അതിനു വേണ്ടിയിട്ട് വെറുതെ ഒരു യാത്ര വേറെ എങ്ങോട്ടുമല്ല, തൊട്ടടുത്തുള്ള ഭൂതത്താൻകെട്ടിലേക്കാണ്. ഭൂതത്താൻകെട്ട് ഡാമും പരിസരവും ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടിരിക്കുന്നത് കൊണ്ട് ചുറ്റുവട്ടങ്ങളിലെ കാഴ്ചകളൊക്കെ വിസ്മയമായി. അതെല്ലാം വിസ്മൃതിയിലാണ്ടു. ഇവിടങ്ങളിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ബോട്ടും സർവീസും ഒക്കെ ഉണ്ട്. ബോട്ടൊക്കെ അങ്ങ് ദൂരെ കയറ്റി വച്ചിരിക്കുകയാണ്. ഇനി മഴക്കാലമാകുമ്പോൾ, പ്രത്യേകിച്ചും തുലാവർഷമൊക്കെ എത്തുമ്പോഴേക്കും വീണ്ടും ഷട്ടറിടും, വെള്ളം പിടിച്ചു നിർത്തും. അങ്ങനെ ഇപ്പോൾ മഴ കൂടുതലായതുകൊണ്ടാണ് ഷട്ടർ വെള്ളം തുറന്ന് വിട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആ പ്രദേശത്ത് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വെറുതെ ഒന്ന് ചുറ്റി നടന്ന് നമ്മുടെ ഡാം സൈറ്റിലേക്ക് പ്രവേശിക്കാൻ തീരുമാനിച്ചു. പ്രത്യേകിച്ച് ചെന്നപ്പോൾ ഒരല്പം വൈകി. അവിടെ 6 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുക. എന്നാൽ എന്തിനാണ് ടിക്കറ്റ്? വിശാലമായ വെളിമ്പ്രദേശത്തും ചുറ്റുവട്ടം നമുക്ക് കാണാൻ യഥേഷ്ടം സ്ഥലങ്ങളുണ്ട്. ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ ചെന്നപ്പോൾ അവിടെ പാസ്സില്ലാത്തത് കൊണ്ട് കയറ്റിവിട്ടില്ല. ഉടനെ ഞങ്ങൾ അതിൻ്റെ മറ്റു വശങ്ങളിലേക്ക് മാറി പ്രകൃതിയിലെ അവിടെ ഒരുക്കിയിട്ടുള്ള പാർക്കും സൗകര്യങ്ങളും ഒക്കെ കണ്ടു. ഇതെല്ലാം കാണുമ്പോൾ നല്ല കാലാവസ്ഥ, നല്ല കുളിർമ, നല്ല കാറ്റ്, പ്രകൃതിയുടെ രമണീയ കാഴ്ചകൾ മനസ്സിനെ ശരിക്കും ഉന്മാദത്തിലാക്കുന്നുണ്ട്. ആൽമരങ്ങളും അവിടുത്തെ ഓഫീസ് കെട്ടിടങ്ങളുമൊക്കെ ചുറ്റുവട്ടം നടന്ന് കണ്ട് ഞങ്ങളങ്ങനെ ഇതെല്ലാം ആസ്വദിച്ച് ചുറ്റി നടക്കുകയാണ്. അപ്പോഴേക്കും ഉച്ചക്കത്തെ ക്ഷീണമൊക്കെ മാറി നല്ല ഉഷാറുള്ള ഒരു മനസ്സും ശരീരവും ആരോഗ്യവുമൊക്കെ തിരികെ കിട്ടി നല്ല ഉല്ലാസത്തോടെ ഡാമിനെ നോക്കി കാണുകയാണ്. ഡാമുകളൊക്കെ നിറഞ്ഞു കിടക്കണ കാണുമ്പോൾ ഭയങ്കര രസകരമാണ്. ഭൂതത്താൻകെട്ട് ഡാം ഇതിക്ക് മുന്നേ ഞാൻ വിശാലമായ തരത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. സമയം ഏതാണ്ട് അസ്തമനത്തോട് അടുക്കാൻ ശ്രമിക്കുകയാണ്. അസ്തമന സൂര്യനെ നമുക്ക് കാണാം. എന്നാലും ആ ഡാമും പരിസരവും എത്ര കണ്ടാലും നമുക്ക് മതിവരില്ല. കാരണം നമ്മുടെ വീടും ചുറ്റുവട്ടവും കണ്ടു മടുക്കുമ്പോൾ നമ്മൾ അടുത്തുള്ള പ്രദേശങ്ങളിലേക്ക് ഇതുപോലെ ചെറിയ യാത്രകൾ പോകുമ്പോൾ നമുക്ക് വലിയ ചിലവോ അതുപോലെ വലിയ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. എന്നാൽ മനസ്സിന് നല്ലൊരു ഉന്മേഷം കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ചും പ്രായമേറിയവരെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അവർക്ക് അതൊരു വല്ലാത്ത അനുഭൂതിയുമാണ്. കാരണം ശിഷ്ടജീവിതത്തിൽ ഇത്തരം കാഴ്ചകളും യാത്രകളും അവരെ കൂടുതൽ ഉത്സാഹമുള്ളവരുമാക്കി തീർക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ യാത്ര പോയാലും ആരെങ്കിലുമൊക്കെ വിളിക്കുന്നത്. എൻ്റെ മാതാവ് ഒരിക്കലും വരില്ല. ഇപ്പോൾ തീരെ വയ്യായികയുമായതുകൊണ്ടും ഓർമ്മക്കുറവൊക്കെ ഉള്ളതുകൊണ്ടും വരികയേയില്ല.
എന്നാൽ ഭാര്യ മാതാവ് എപ്പോൾ വിളിച്ചാൽ വേണമെങ്കിലും പോരും. അതുകൊണ്ട് കിട്ടുന്നവരെ കൂട്ടി നമ്മൾ പോകും. മകളെയും കൊച്ചുമകനെയും ഒക്കെ വിളിച്ചാൽ വരില്ല. അവരൊക്കെ വിദേശങ്ങളിലേക്ക് നിരന്തരം യാത്ര പോകുന്നവരാണ്. അവർക്ക് ഇതിനൊന്നും കൊച്ചു യാത്രകൾക്കൊന്നും വലിയ താല്പര്യമില്ല. എന്നാലും കിട്ടിയ അവധിക്കും ഓണാവധിക്കുമൊക്കെ ഞങ്ങൾ മാക്സിമം ഒന്ന് ചുറ്റിക്കറങ്ങിയായിരുന്നു. അങ്ങനെ ഡാമിൻ്റെ അകത്തേക്ക് കയറാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുറത്തുള്ള പാലത്തിൽ പോയി നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ഐതിഹ്യങ്ങളുമൊക്കെ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്തിനും ഓരോ ഐതിഹ്യങ്ങളുണ്ടാകും. അതിപ്പോൾ മതങ്ങൾക്കായാലും ദൈവങ്ങൾക്കായാലും ഓരോ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾക്കായാലും എല്ലാത്തിനും ഐതിഹ്യങ്ങളുണ്ട്. ഐതിഹ്യങ്ങളൊക്കെ ഇതിക്ക് മുന്നേ മൺമറഞ്ഞു പോയ മനുഷ്യരുടെ ഓർമ്മകളും അവരുടെ കാഴ്ചപ്പാടിലൂടെ കണ്ട അനുഭവങ്ങൾ വിവരിക്കുന്നതുമാണ് ഈ ഐതിഹ്യങ്ങളൊക്കെ. അതിനെ പിന്നീട് ശാസ്ത്രീയമായി വികസിപ്പിച്ചെടുത്താണ് പുതിയ കാഴ്ചപ്പാടിലൂടെ ഈ ആധുനിക സമൂഹം ഇപ്പോൾ ജീവിച്ചു പോകുന്നത് എന്ന് നമുക്കറിയാം. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ഡാമും പരിസരവും. പ്രത്യേകിച്ചും പെരിയാർ വാലി, പെരിയാർ നദി ഇതിങ്ങനെ ഒഴുകി പെരിയാറിൻ്റെ തീരത്തൂടെ വയലാറിൻ്റെ പാട്ടുകളിലൂടെ പെരിയാറിനെ വർണ്ണിക്കുന്നത് കേട്ടാൽ നമുക്ക് ആ പാട്ടുകൾ ഓഫാക്കാനേ കഴിയില്ല. എത്രയെത്ര പാട്ടുകൾ, എത്രയെത്ര വരികൾ, എത്രയെത്ര കവിതകൾ പെരിയാറിൽ നിന്നും കലാകാരന്മാരും കവികളും രചിച്ചിട്ടുണ്ട്. പാർക്കിൻ്റെ സൗന്ദര്യവുമൊക്കെ പുറമെ നിന്ന് ആസ്വദിക്കുകയാണ്. കാരണം പാർക്കെല്ലാം അടച്ചു പൂട്ടിക്കൊണ്ടിരിക്കുന്നു. ആളുകളെല്ലാം പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. വിജനമായ പാർക്കാണ്. തന്നെയുമല്ല 6 മണിക്ക് ശേഷം ഇവിടെ പാർക്കിൻ്റെ പുറത്ത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ആ റോഡിൽ യഥേഷ്ടം ആളുകൾ രാത്രി 12 മണി വരെ ഇവിടെ ക്യാമ്പുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഞങ്ങൾ ആ പാലത്തിലേക്ക് ഒന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വണ്ടിയും എടുത്ത് ഞങ്ങൾ പാലത്തിലേക്ക് പോവുകയാണ്. പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ ഇതുപോലെ ചെറിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ നിങ്ങൾ ചാനൽ കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ഒരിക്കൽ ചെയ്തവർ രണ്ടാമത് ചെയ്യരുത്. ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കാണാൻ കഴിയും. അതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടി കാണിക്കണ്ട. ഞങ്ങളങ്ങനെ ഡാമിന് അഭിമുഖമായിട്ടുള്ള പുതിയ പാലത്തിൽ നിന്ന് ഡാമിനെ വീക്ഷിക്കുകയാണ്. 2-3 ഷട്ടറുകൾ തുറന്നിട്ടിട്ടുണ്ട്, നന്നായി തുറന്നിട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഒരു ചേട്ടൻ ഈ പാലത്തിൻ്റെ മുകളിൽ നിന്നും വല വീശുന്നത്. ഇന്ന് ചൂണ്ടയിടലിലെ ആളുകളുടെ എണ്ണം കുറവാണ്. പണ്ടൊരിക്കൽ ഞാൻ വന്നപ്പോൾ ഒരുപാട് ചൂണ്ടയിടുന്ന ആളുകളുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാത്രിയാകുമ്പോഴേക്കും ആളുകൾ വരുമെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്. ആ ചേട്ടൻ വലയിട്ട് വലിക്കുന്നതുവരെ ഞാൻ നോക്കി നിന്നു. പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പല പ്രാവശ്യം വല വീശുമ്പോഴാണ് എന്തെങ്കിലും ഒന്ന് കിട്ടുക. അത്രമാത്രം ഹൈറ്റിൽ നിന്നാണ് വല വീശുന്നത് എന്ന് നാം ഓർക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഡാമിൻ്റെ അടിയിൽ താഴെയായി ഒരാൾ കൊച്ചു വള്ളത്തിൽ ആ അണക്കെട്ടിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് വല വീശുന്നുണ്ട്. ഒരല്പനേരം ഞാൻ അത് നോക്കി നിന്നിരുന്നു. അങ്ങനെ ഡാമിലെ വെള്ളച്ചാട്ടവും അതും കണ്ടാസ്വദിച്ച് പങ്കാളി വീഡിയോ പിടിക്കുകയും മാതാവ് യഥേഷ്ടം അതെല്ലാം കണ്ടാസ്വദിച്ച് ഇന്നത്തെ വൈകുന്നേരം സായം സന്ധ്യയുമൊക്കെ ആസ്വദിച്ചതിൻ്റെ സന്തോഷം നിറവൃതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. വെള്ളം കുത്തി ഒഴുകുന്നത് കാണുമ്പോൾ ഏതു മനുഷ്യൻ്റെയും ഉള്ളിൽ ഇതുപോലെ ഒന്ന് നുരഞ്ഞു പത്തും പേടിയും ഭീതിയും. എന്നാൽ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സുരക്ഷിതമായ സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഭീതിയില്ല. അതിൻ്റെ ആരവവുമൊക്കെ കേൾപ്പിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞാനത് കേൾപ്പിച്ചില്ല. വെള്ളത്തിൻ്റെ കുത്തൊഴുക്കും അതിൻ്റെ ഭംഗിയും അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളും ആ വർണ്ണാഭമായ കാഴ്ചകളുമൊക്കെ എത്ര കണ്ടാലും മതിവരാതെ ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സമയം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി പോയാലോ എന്ന് മാതാവ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരല്പം കൂടെ കഴിഞ്ഞ് ഒരു ചായയും ഒരു കടിയുമൊക്കെ കഴിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡാമിൻ്റെ സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ അങ്ങേ തലക്കിലേക്ക് പോവുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത ഇടത്തേക്ക് ഞങ്ങൾ മെല്ലെ നീങ്ങുമ്പോൾ ആ താഴ്വാരത്ത് ഡാമിൻ്റെ അടിയിൽ അപ്പോഴും ഒരു ചേട്ടൻ കൊച്ചു വള്ളത്തിൽ വല വീശുന്നുണ്ട്. അയാൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടും എനിക്ക് കാണാൻ കഴിയുന്നില്ല. ഞാൻ ഒരുപാട് നേരം ആ കാഴ്ചകളൊക്കെ കണ്ടു നിന്നു. നിങ്ങളും ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ
നിങ്ങൾക്കും ഒരു ഉന്മേഷം കിട്ടുകയാണെങ്കിൽ, ഒരു ഉത്തേജനം കിട്ടുകയാണെങ്കിൽ നിങ്ങളും ഇത്തരം പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുക. ടൂറുകൾ മാത്രമല്ല, അധ്വാനിക്കണം. കഴിയുന്നത്ര അധ്വാനിക്കുക, വിശ്രമിക്കുക, വിനോദങ്ങളിൽ ഏർപ്പെടുക, വ്യായാമം ചെയ്യുക, ആഹാര നിഹാര നിദ്രകൾ കൃത്യമായി പാലിക്കുക, ശിഷ്ടജീവിതം സന്തോഷകരമാക്കി മരിക്കുന്നതുവരെ ആരോഗ്യത്തോടെ ജീവിച്ച് മരിക്കുക. അതാണ് എനിക്ക് എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത്. കണ്ടില്ലേ, ഒരു മനുഷ്യൻ ഇരുളിൻ്റെ മറവിൽ ഇരുട്ടായി എന്നിട്ടും തൻ്റെ ചുടുവള്ളത്തിൽ വല വീശി ഡാമിൻ്റെ അടിയിൽ പോയി മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് മീൻ കിട്ടുന്നുണ്ട്, പക്ഷേ നമുക്കത് കാണാൻ കഴിയുന്നില്ല. പങ്കാളി പറഞ്ഞു, എന്നാൽ ഇനി നമുക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ പാലത്തിൻ്റെ അങ്ങേ തലക്കിലേക്ക് നടന്ന് ഒരു ചെറുകടിയും ചായയും ഒക്കെ രണ്ടുപേരും കഴിച്ചു. എനിക്ക് അതിനോട് താല്പര്യമില്ല. അങ്ങനെ അവർ രണ്ടുപേരും ചെറുകടിയും ചായയും ഒക്കെ കഴിച്ച് മെല്ലെ ഞങ്ങളുടെ സ്വന്തം വാഹനത്തിൽ കയറി ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളും കാഴ്ചകളും ഇവിടെ അവസാനിപ്പിച്ച് യാത്ര തിരിക്കുകയാണ്. അങ്ങനെ ഒരു സായം സന്ധ്യ സന്തോഷമുള്ളതാക്കി തീർത്ത് ഇന്നത്തെ യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കട്ടെ. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത എൻ്റെ പ്രിയ സപ്പോർട്ടേഴ്സിനും എൻ്റെ പ്രേക്ഷകർക്കും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. ഏവർക്കും ഗുഡ് ബൈ.